സോഷ്യൽ സയൻസിലെ 9ാമത്തെ യൂണിറ്റ് ആണ് ഇപ്പം നമ്മൾ ഇന്ന് പരിശോധിക്കുന്നത്. സ്റ്റേറ്റ് ആൻഡ് പൊളിറ്റിക്കൽ സയൻസ്, രാഷ്ട്രവും രാഷ്ട്രതന്ത്രശാസ്ത്രവും. പൊളിറ്റിക്കൽ സയൻസ് എന്ന വിഷയം അല്ലെങ്കിൽ പൊളിറ്റിക്കൽ സയൻസ് എന്ന ഒരു പേര് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഹ്യൂമാനിറ്റീസ് എടുത്ത് പഠിക്കുമ്പോൾ, 10ാം ക്ലാസ് കഴിഞ്ഞ് ഹ്യൂമാനിറ്റീസ് എടുത്ത് പഠിക്കുമ്പോൾ അതിൽ വരുന്ന ഒരു സബ്ജക്റ്റാണ് പൊളിറ്റിക്കൽ സയൻസ്. അതിൻ്റെ മലയാളമാണ് എന്ത്? രാഷ്ട്രതന്ത്രശാസ്ത്രം, രാഷ്ട്രീയ മീമാംസ അങ്ങനെയൊക്കെ പറയാം. അപ്പോൾ നമ്മളെ യൂണിറ്റിന്റെ പേര് സ്റ്റേറ്റ് ആൻഡ് പൊളിറ്റിക്കൽ സയൻസ് എന്നാണ്. അപ്പോൾ നമ്മളെ സോഷ്യൽ സയൻസ് എന്ന് പറയുമ്പോൾ ഒരുപാട് വിഷയങ്ങൾ ചേർന്ന ഒരു മദർ സബ്ജക്റ്റ് ആണ് ഇത് സോഷ്യൽ സയൻസ്. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ പ്രധാനമായിട്ടും ശരിക്കും ഏത് സബ്ജക്റ്റിൽ വരുന്നതാണ്? പൊളിറ്റിക്കൽ സയൻസ് എന്ന് പറയുന്ന സബ്ജക്റ്റുമായി ബന്ധപ്പെട്ട ഒരു ചാപ്റ്ററാണ്. സോഷ്യോളജിയും പൊളിറ്റിക്കൽ സയൻസും ഫിലോസഫിയും ഹിസ്റ്ററിയും ജിയോഗ്രഫിയും സൈക്കോളജിയും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കൂടി ചേർന്നതാണ് എന്ത്? നമ്മുടെ സോഷ്യൽ സയൻസ്. അപ്പോൾ ഈ യൂണിറ്റ്, സോഷ്യൽ സയൻസിലെ ഈ യൂണിറ്റ് പൊളിറ്റിക്കൽ സയൻസ് എന്ന് പറയുന്ന സബ്ജക്റ്റിലെ ഒരു ഭാഗമാണ്. ആ സബ്ജക്റ്റുമായി ബന്ധപ്പെട്ട ഒരു ചാപ്റ്റർ ആണെന്നുള്ളത് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ ദി സ്റ്റേറ്റ് ആൻഡ് പൊളിറ്റിക്കൽ സയൻസ്, രാഷ്ട്രവും രാഷ്ട്രതന്ത്രശാസ്ത്രവും. എല്ലാ യൂണിറ്റിലും തുടക്കത്തിൽ എന്തെങ്കിലുമൊക്കെ ഒരു പാസേജ് തരാറുണ്ട് അല്ലേ? അതേപോലെ ഇവിടെയും നമുക്ക് കാണാം, സ്ക്രീനിൽ കാണാം, ഒരു ബോക്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിനുള്ളിൽ എന്തോ കാര്യം പറയുന്നുണ്ട്. അപ്പൊ അത് വായിച്ചുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം? ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ എന്താ ഇവിടെ പറയുന്നത് നോക്കാം. This is our second life. We never expected to return home alive. We thank Government of India and all others who work to make our release possible. This is a moment when we are proud to be citizens of India. എന്നോടെ പറയുന്നത് ഇത് ഞങ്ങളുടെ രണ്ടാം ജന്മമാണ് അല്ലെ? ദിസ് ഇസ് അവർ സെക്കൻഡ് ലൈഫ്. ഇത് ഞങ്ങളുടെ രണ്ടാം ജന്മമാണ്. വി നെവർ എക്സ്പെക്ടഡ് ടു റിട്ടേൺ ഹോം അലൈവ്. നമ്മുടെ നാട്ടിലേക്ക് അല്ലെങ്കിൽ വീട്ടിലേക്ക് ജീവനോടെ മടങ്ങി വരാൻ പറ്റുമെന്ന് ഞങ്ങൾ വിശ്വസിച്ചിരുന്നില്ല. We thank Government of India and all others who work to make our release possible. This is a moment when we are proud to be citizens of India. അപ്പോൾ ഞങ്ങൾക്ക് നാട്ടിലേക്ക് തിരിച്ചു വരാൻ ഇടയാക്കിയ, അതിനുവേണ്ടി പ്രവർത്തിച്ച ഇന്ത്യൻ ഗവൺമെന്റിനും അതിനുവേണ്ടി പ്രവർത്തിച്ച എല്ലാവർക്കും ഞങ്ങൾ ഞങ്ങളുടെ നന്ദി അറിയിക്കുകയാണ്. ഒരു ഇന്ത്യൻ പൗരൻ എന്ന നിലയിൽ അഭിമാനം തോന്നുന്ന നിമിഷമാണിത് എന്നൊക്കെ അവിടെ പറയുന്നത്. അപ്പൊ ഇതെന്താ സംഗതി എന്നുള്ളത് നമുക്ക് നോക്കണമല്ലോ. അപ്പോൾ അതിന്റെ ബാക്കി കാര്യങ്ങൾ നോക്കാം. Given above is the response of Indian nurses from Syria who were brought back to the country. Okay, ശ്രദ്ധിക്കുക. They were held up in Syria and were unable to reach home due to the internal conflicts there. അതായത് അവിടെ കുടുങ്ങിപ്പോയതാണ്, അവിടുത്തെ ആഭ്യന്തര കലാപത്തിൽ പെട്ടുപോയതാണ് അല്ലെ? സിറിയയിൽ ഉണ്ടായിട്ടുള്ള ആഭ്യന്തര കലാപത്തിൽ പെട്ട് നാട്ടിലേക്ക് മടങ്ങാൻ കഴിയാതെ അവിടെ കുടുങ്ങിപ്പോയിട്ടുള്ള നഴ്സുമാരെയാണ് നമ്മൾ എന്ത് ചെയ്തത്? നമ്മുടെ ഗവൺമെന്റ് രക്ഷപ്പെടുത്തി ഇവിടെ എത്തിച്ചിട്ടുള്ളത്. യു മേ അവെയർ ഓഫ് സിമിലർ ഇൻസിഡൻസ്. ഇങ്ങനെയുള്ള സമാനമായിട്ടുള്ള സാഹചര്യങ്ങൾ ഒരു പക്ഷേ നിങ്ങൾ പത്രങ്ങളിൽ അല്ലെങ്കിൽ അങ്ങനെയുള്ള മാധ്യമങ്ങളിലൊക്കെ കേട്ടിട്ടുണ്ടാവും, കണ്ടിട്ടുണ്ടാവും. ഒരു മലയാള സിനിമയുണ്ടായിരുന്നു, ടേക്ക് ഓഫ് എന്ന പേരിലുള്ള ഒരു മലയാള സിനിമ. ഇത്തരത്തിൽ ഗൾഫ് രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന ആളുകൾ അവിടുത്തെ പ്രശ്നങ്ങളിൽ പെട്ട് കുടുങ്ങിപ്പോയതും അവിടുന്ന് ഒടുവിൽ രക്ഷപ്പെട്ട് നമ്മുടെ രാജ്യത്തേക്ക് മടങ്ങിയെത്തുന്നതുമായിട്ടുള്ള സംഭവ വികാസങ്ങളൊക്കെ കാണിക്കുന്ന ഒരു ചിത്രമാണത്. യഥാർത്ഥ സംഭവത്തെ ആസ്പദമാക്കിക്കൊണ്ടുള്ള ഒരു സിനിമയാണ്. അപ്പോൾ അത്തരത്തിലൊരു ഇൻസിഡന്റ് ആണ് ഇവിടെയും നമ്മളിപ്പോൾ പറഞ്ഞത്. So this proves that the protection of the life and property of the people, implementation of public welfare activities, and to effectively interfere in crucial situations as mentioned above can only be done by the state. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ നമുക്ക് മനസ്സിലായ കാര്യം എന്താ? It proves that the protection of life and property of the people, ജനങ്ങളുടെ ജീവനും സമ്പത്തിന്റെയും ഒക്കെ സംരക്ഷണം, അതുപോലെ implementation of public welfare activities, അതായത് ജനക്ഷേമ പ്രവർത്തനങ്ങളൊക്കെ നടപ്പിലാക്കുന്നത്, ആൻഡ് ടു എഫക്റ്റീവ്ലി ഇന്റർഫിയർ ഇൻ ക്രൂഷ്യൽ സിറ്റുവേഷൻസ് ആസ് മെൻഷൻഡ് എബവ്. ഇപ്പൊ നമ്മൾ പറഞ്ഞതുപോലെയുള്ള വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള സാഹചര്യങ്ങളിൽ അതിലൊക്കെ ഇടപെട്ട് പ്രശ്ന പരിഹാരം ഉണ്ടാക്കൽ, ഇതൊക്കെ എബവ് ക്യാൻ ഓൺലി ബി ഡൺ ബൈ ദി സ്റ്റേറ്റ്. ഇതൊക്കെ ആർക്ക് മാത്രം ചെയ്യാൻ കഴിയുന്ന കാര്യമാണ്? ഒരു സ്റ്റേറ്റിന് മാത്രം. സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, രാഷ്ട്രം എന്നാണ് നമ്മൾ, ഒരു രാജ്യം എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. പൊളിറ്റിക്കൽ സയൻസിൽ നമ്മൾ സ്റ്റേറ്റ് എന്നിങ്ങനെ മെൻഷൻ ചെയ്യുമ്പോൾ അതിന്റെ അർത്ഥം നമ്മൾ ഒരു സംസ്ഥാനം എന്ന് വിചാരിക്കരുത്, ഒരു രാജ്യം, ഒരു രാഷ്ട്രം എന്ന അർത്ഥത്തിലാണ് നമ്മൾ സ്റ്റേറ്റ് എന്ന വാക്ക് ഇവിടെ ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ആ ഒരു പേര്
പറയാനുണ്ടാവും, സ്റ്റേറ്റ് എന്ന് പറയാനുണ്ടാവും. അന്നേരമൊക്കെ നമ്മൾ കേരള സ്റ്റേറ്റ്, തമിഴ്നാട് സ്റ്റേറ്റ് എന്ന് വിചാരിക്കരുത്. ഇന്ത്യ എന്നുള്ള കൺസെപ്റ്റ്, നമ്മുടെ രാഷ്ട്രം, നമ്മുടെ രാജ്യം എന്നുള്ള കൺസെപ്റ്റ് കൊണ്ടുവരിക. Hence, state is the most important among the socio-political institutions that human beings have formed. അപ്പം മനുഷ്യൻ ഉണ്ടാക്കിയിട്ടുള്ള ഒരുപാട് സാമൂഹികവും രാഷ്ട്രീയവുമായിട്ടുള്ള ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്, ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, ഏറ്റവും പ്രധാനപ്പെട്ട സാമൂഹ്യ രാഷ്ട്രീയ സ്ഥാപനമാണ് ഇത്, സ്റ്റേറ്റ് എന്ന് പറയുന്ന സ്ഥാപനം, രാഷ്ട്രം എന്ന് പറയുന്ന സ്ഥാപനം. രാഷ്ട്രം എന്ന് പറയുന്ന ആ ഒരു സാമൂഹ്യ സ്ഥാപനമാണ് മനുഷ്യൻ ഉണ്ടാക്കിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാപനം. ഓക്കെ, ഏറ്റവും പ്രധാനപ്പെട്ട സോഷ്യോ പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് സ്റ്റേറ്റ് ആണ്. ഓക്കെ, ദെൻ ഇവിടെ നിങ്ങൾക്ക് ഒരു വ്യക്തിയെ കാണാം, നിക്കോളോ മാക്കിയവെല്ലി എന്നൊരു പേരാണ് അദ്ദേഹത്തിന് കൊടുത്തല്ലേ, നിക്കോളോ മാക്കിയവെല്ലി. വളരെ പ്രധാനപ്പെട്ട പേരാ, 1 മാർക്കിന് ചോദിച്ചിട്ടുള്ള ഒരു പേരും കൂടിയാണ് അത് എന്ന് മനസ്സിലാക്കുക. ആരാണ് ഈ നിക്കോളോ മാക്കിയവെല്ലി? നമ്മളിപ്പോൾ പറഞ്ഞല്ലോ, സ്റ്റേറ്റ് എന്നുള്ളൊരു വേർഡ് നമ്മൾ യൂസ് ചെയ്തല്ലോ. ഈ സ്റ്റേറ്റ് എന്ന വാക്ക് ആദ്യമായിട്ട് ഉപയോഗിച്ച ഫിലോസഫറാണ്, വെസ്റ്റേൺ ഫിലോസഫറാണ് നിക്കോളോ മാക്കിയവെല്ലി. ഓക്കെ, ദി ടേം സ്റ്റേറ്റ് വാസ് ഫസ്റ്റ് കോയിൻഡ് ബൈ ദി വെസ്റ്റേൺ ഫിലോസഫർ നിക്കോളോ മാക്കിയവെല്ലി. അദ്ദേഹമാണ് ആദ്യമായിട്ട് രാഷ്ട്രം എന്നുള്ള വാക്ക്, സ്റ്റേറ്റ് എന്നുള്ള ഒരു പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത്. ഓക്കെ, അപ്പൊ അദ്ദേഹത്തിന്റെ ഫോട്ടോ കണ്ടതുകൊണ്ട് അദ്ദേഹവുമായി ബന്ധപ്പെട്ട ഒരു പോയിന്റ് നമ്മൾ ആദ്യം പറഞ്ഞു. ഇനി മുകളിലുള്ള സെന്റൻസ് നോക്കാം. സ്റ്റേറ്റ് ഈസ് എ യൂണിവേഴ്സൽ, പവർഫുൾ ആൻഡ് ഇൻഡിസ്പെൻസിബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻ. അങ്ങനെ പറഞ്ഞാൽ എന്താ? സ്റ്റേറ്റ് അല്ലെങ്കിൽ രാഷ്ട്രം എന്ന് പറയുന്നത് ഒരു യൂണിവേഴ്സൽ, അതായത് ലോകം മുഴുവനുള്ളതാണ് അല്ലെ, പവർഫുൾ, വളരെ ശക്തമാണ്, അതേപോലെ ഇൻഡിസ്പെൻസബിൾ, നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ഒരു കാര്യം കൂടിയാണ്. ഒരു രാഷ്ട്രമില്ലാതെ ഇന്നത്തെ കാലത്ത് നമുക്ക് ജനങ്ങൾക്ക് സമാധാനത്തോടെ, സുരക്ഷിതത്വത്തോടെ മുന്നോട്ട് ജീവിക്കാൻ സാധിക്കില്ല. സോ സ്റ്റേറ്റ് എന്ന് പറയുന്നത് യൂണിവേഴ്സൽ ആണ്, സാർവത്രികമാണ്, പവർഫുൾ ആണ്, അതായത് വളരെ ശക്തമാണ്, അതേപോലെ ഇൻഡിസ്പെൻസിബിൾ ആണ്, നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. Okay, it was formed after man started permanent settlement. എന്നാണ് രാഷ്ട്രം, എന്നാണ് സ്റ്റേറ്റ് എന്ന് പറയുന്ന കൺസെപ്റ്റ് ആദ്യമായിട്ട് ഉണ്ടായത്, എന്നാണ് സ്റ്റേറ്റ് ആദ്യമായിട്ട് ഉണ്ടായത് എന്ന് ചോദിച്ചാൽ, എന്നാണോ മനുഷ്യൻ അവന്റെ പെർമനന്റ് സെറ്റിൽമെന്റ് സ്റ്റാർട്ട് ചെയ്തത്, സ്ഥിരമായിട്ട് ഒരിടത്ത് താമസിക്കാൻ തുടങ്ങിയത് എന്നാണോ, അന്നു മുതൽ സ്റ്റേറ്റും ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പൊ എന്നാ സ്ഥിരമായിട്ട് താമസിക്കാൻ തുടങ്ങിയത് നമുക്ക് കൃത്യമായിട്ട് ഡേറ്റ് ഇല്ല. എപ്പോഴാണോ അവൻ കൃഷി തുടങ്ങിയത് അത് മുതലാണ് അവൻ പെർമനന്റ് സെറ്റിൽമെന്റ് സ്റ്റാർട്ട് ചെയ്തത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ എപ്പോഴാ കൃഷി തുടങ്ങിയത്? അതിനും കൃത്യമായ എവിഡൻസ് ഇല്ല. ചില ഹിസ്റ്റോറിയൻസ് പറയുന്നു ഏകദേശം 10,000 years ago ആണ്, അല്ലെങ്കിൽ 10,000 വർഷങ്ങൾക്ക് മുമ്പാണ് മനുഷ്യൻ കൃഷി തുടങ്ങിയത് എന്ന് ചിലർ പറയുന്നു. ചിലർ പറയുന്നു 8,000 വർഷങ്ങൾക്ക് മുമ്പാണ്, മറ്റു ചിലർ പറയുന്നു 12,000 വർഷങ്ങൾക്ക് മുമ്പാണ്. അങ്ങനെ പല അഭിപ്രായങ്ങളുണ്ട്. അപ്പൊ എന്നാണോ അവൻ കൃഷി തുടങ്ങിയത് അതോടുകൂടി അവൻ പെർമനന്റ് സെറ്റിൽമെന്റ് സ്റ്റാർട്ട് ചെയ്തു. എന്നാണോ പെർമനന്റ് സെറ്റിൽമെന്റ് സ്റ്റാർട്ട് ചെയ്തത് അതോടുകൂടി സ്റ്റേറ്റ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റും എമേർജ് ചെയ്തു എന്ന് നമ്മൾ മനസ്സിലാക്കുക. Okay, we can understand from history that state existed at all times, though different in form and structure. സ്റ്റേറ്റ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ്, രാഷ്ട്രം എന്ന് പറയുന്ന കൺസെപ്റ്റ് എല്ലാ കാലത്തും ഉണ്ടായിരുന്നതായിട്ട് ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. പക്ഷേ അത് പല രൂപത്തിലും പല ഘടനയിലുമാണ് എന്ന് മാത്രം. ഓക്കെ, പല രൂപത്തിലാണ്, പല ഘടനയിലാണ്. ഇന്നത്തെ ഒരു കൺസെപ്റ്റ് ഓഫ് സ്റ്റേറ്റ് ആയിരിക്കില്ല വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടാവുക. അപ്പൊ പല രൂപത്തിലായിരിക്കും, പക്ഷേ സ്റ്റേറ്റ് എന്ന് പറയുന്ന കൺസെപ്റ്റ് കാലാകാലങ്ങളായിട്ട് നിലവിലുണ്ട് എന്ന് മനസ്സിലാക്കുക. സോ ഒരു ഡെഫിനിഷൻ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ, വാട്ട് ഈസ് എ സ്റ്റേറ്റ്? എന്താണ് രാഷ്ട്രം? എന്താണ് രാഷ്ട്രം? ഇവിടെ ഒരു സെന്റൻസ് കാണാം. നമുക്കൊരു സ്റ്റേറ്റ് എന്താണ്, ഒരു രാഷ്ട്രം എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു ഡെഫിനിഷൻ നമുക്കിവിടെ കാണാം അല്ലെ. എന്താണ് രാഷ്ട്രം എന്ന് പറയുന്നത്? എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ റിസൈഡിങ് പെർമനന്റ്ലി within a particular territory with a sovereign government is called state. അതാണ് സ്റ്റേറ്റ്. എന്താണ് സ്റ്റേറ്റ്? എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ റിസൈഡിങ് പെർമനന്റ്ലി within a particular territory with a sovereign government is called state. ഇനി ഇതിന്റെ മീനിങ് നോക്കുകയാണെങ്കിൽ, ഒരു നിശ്ചിത ഭൂപ്രദേശത്ത്, ഒരു നിശ്ചിത ഭൂപ്രദേശത്ത് സ്ഥിരമായി താമസിക്കുന്നവരും അതേപോലെ പരമാധികാരമുള്ള സോവറീൻറ്റി, പരമാധികാരമുള്ള ഗവൺമെന്റോട് കൂടിയ ഒരു ജനതയാണ് രാഷ്ട്രം. ഓക്കെ, അപ്പൊ എന്തൊക്കെ അവിടെ പറയുന്നുണ്ട് ഒന്നുകൂടി നോക്കാം. എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ,
ഒരു കൂട്ടം ആളുകൾ, അതായത് ജനങ്ങൾ അവിടെയുണ്ട്. റിസൈഡിങ് പെർമനന്റ്ലി, സ്ഥിരമായിട്ട് താമസിക്കുകയാണ്. എവിടെ? വിത്തിൻ എ പെർട്ടിക്കുലർ ടെറിട്ടറി, ഒരു നിശ്ചിത ഭൂപ്രദേശത്ത്. വിത്ത് എ സോവറീൻ ഗവൺമെന്റ് ഇസ് കോൾഡ് സ്റ്റേറ്റ്. അവിടെ എന്തുണ്ട്? ഒരു പരമാധികാരമുള്ള ഗവൺമെന്റും ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരു സംഭവത്തിനെ നമ്മൾ എന്ത് വിളിക്കുന്നത്? സ്റ്റേറ്റ് എന്ന് വിളിക്കുന്നത്. സോ ഫൈൻഡ് ഔട്ട് ദി ബേസിക് ഫാക്ടേഴ്സ് ഓഫ് എ സ്റ്റേറ്റ് ഫ്രം ദി അബവ് ഡെഫിനിഷൻ. അപ്പൊ ഈ പറഞ്ഞ ഈ രണ്ട് വരികളിൽ നിന്ന്, അല്ലെങ്കിൽ ഈ ഒരു ഡെഫിനിഷനിൽ നിന്നും നമുക്ക് എന്ത് മനസ്സിലാക്കണം? അല്ലെങ്കിൽ നമ്മൾ ഇവിടെ എന്ത് കംപ്ലീറ്റ് ചെയ്യണം? ഈ ഒരു 3 പോയിന്റ് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കണം. അതായത് ഫൈൻഡ് ഔട്ട് ദി ബേസിക് ഫാക്ടേഴ്സ് ഓഫ് എ സ്റ്റേറ്റ് ഫ്രം ദി ഗിവൻ അബവ് ഡെഫിനിഷൻ. ഇവിടെ കൊടുത്ത ഈ ഒരു ഡെഫിനിഷനിൽ നിന്നും ഒരു സ്റ്റേറ്റിന്റെ ബേസിക് ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? അടിസ്ഥാന ഘടകങ്ങൾ, അല്ലെങ്കിൽ പില്ലേഴ്സ് ഓഫ് എ സ്റ്റേറ്റ് എന്ന് പറയാം. ഒരു സ്റ്റേറ്റിന്റെ, ഒരു രാഷ്ട്രത്തിന്റെ തൂണുകൾ, 4 തൂണുകളാണ് ഉള്ളത്. 4 പില്ലേഴ്സ് ആണ് പ്രധാനമായിട്ടും. അപ്പൊ ഏതൊക്കെയാണ് ആ 4 പില്ലേഴ്സ്, ആ 4 ബേസിക് ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? ഒന്ന് ഇവിടെ പറയുന്നു, പോപ്പുലേഷൻ ആണ്. ജനങ്ങൾ വേണം, അല്ലെ? ഒരു രാഷ്ട്രത്തിന് എന്ത് വേണം? ഒരു രാഷ്ട്രത്തിന് ജനങ്ങൾ വേണം. അതിൽ യാതൊരു സംശയവും വേണ്ട. ജനങ്ങൾ ഉണ്ടെങ്കിലേ രാഷ്ട്രമുള്ളൂ. അതേപോലെ ഇവിടെ പറഞ്ഞു എന്ത് വേണം? ഒരു ഗവൺമെന്റ് വേണം, അല്ലെ? അപ്പൊ നമുക്ക് ഇവിടെ എഴുതി കൊടുക്കാം എന്ത്? ഒരു ഗവൺമെന്റ് വേണം. ഓക്കെ, അപ്പോൾ പോപ്പുലേഷൻ വേണം, ഗവൺമെന്റ് വേണം. അതേപോലെ തന്നെ നമുക്ക് വേറെന്താ വേണ്ടത്? ഒരു കാര്യം കൂടി വേണം നമുക്ക്. ടെറിട്ടറി എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്, അല്ലെ? എന്താ ടെറിട്ടറി? ഭൂപ്രദേശം വേണം. ജനങ്ങൾക്ക് താമസിക്കാൻ എന്ത് വേണം? ഭൂപ്രദേശം വേണം. അപ്പോൾ പോപ്പുലേഷൻ വേണം. അതേപോലെ വേറെന്ത് വേണം? ഗവൺമെന്റ് വേണം. പിന്നെ നമ്മളിപ്പോ പറഞ്ഞു ടെറിട്ടറി വേണം, അല്ലെ? ഓക്കെ, ടെറിട്ടറി എന്ന് പറയുമ്പോൾ എന്താ? ഭൂപ്രദേശം വേണം. പിന്നെ ഏറ്റവും അവസാനം വേറൊരു കാര്യം കൂടി നമ്മൾ പറഞ്ഞു. ആ ഗവൺമെന്റിന് ആ ജനങ്ങളുടെ മേലും ആ ടെറിട്ടറിന്റെ മുകളിലും എന്ത് വേണം? സോവറീൻ പവർ വേണം, അഥവാ സോവറിൻറ്റി വേണം. ഓക്കെ, സോവറിൻറ്റി വേണം. സോവറിൻറ്റി എന്ന് പറഞ്ഞാൽ പരമാധികാരം എന്നാണ് അർത്ഥം. ഇപ്പൊ പോപ്പുലേഷൻ, ഗവൺമെന്റ്, ടെറിട്ടറി, സോവറിൻറ്റി, ദീസ് ആർ ദി ബേസിക് ഫാക്ടേഴ്സ് ഓഫ് എ സ്റ്റേറ്റ് ഓർ 4 പില്ലേഴ്സ് ഓഫ് എ സ്റ്റേറ്റ്. ഒരു രാഷ്ട്രത്തിന്റെ 4 അടിസ്ഥാന ഘടകങ്ങളാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, പോപ്പുലേഷൻ, ഗവൺമെന്റ്, ടെറിട്ടറി, സോവറിൻറ്റി. അപ്പോൾ ഈ ഓരോ ഫാക്ടേഴ്സിനെയും നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? ഈ ഓരോ ഫാക്ടേഴ്സിനെയും നമ്മൾ ഒന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് പരിശോധിക്കാൻ പോവാണ്. ഓക്കെ, ഏറ്റവും ആദ്യം പോപ്പുലേഷൻ. പോപ്പുലേഷൻ എന്ന് പറയുമ്പോൾ എന്താ? ജനങ്ങൾ, അല്ലെ? ജനങ്ങൾ ഉണ്ടെങ്കിലേ രാഷ്ട്രമുള്ളൂ. അപ്പോൾ പോപ്പുലേഷൻ ശ്രദ്ധിക്കുക. പോപ്പുലേഷൻ ഈസ് ആൻ ഇൻഡിസ്പെൻസിബിൾ ഫാക്ടർ ഇൻ ദി ഫോർമേഷൻ ഓഫ് എ സ്റ്റേറ്റ്. ഒരു രാഷ്ട്രത്തിന്റെ രൂപീകരണത്തിന് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ട, നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ഘടകമാണ് എന്ത്? പോപ്പുലേഷൻ. ഓക്കെ, നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്, ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, രാഷ്ട്രം എന്നാൽ എന്തല്ല? പ്രദേശമല്ല, അവിടുത്തെ ജനങ്ങളാണ് എന്ന് ആര് പറഞ്ഞിട്ടുണ്ട്? റൂസോ പറഞ്ഞിട്ടുണ്ട്, അല്ലെ? ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ പഠിച്ചൊരു കാര്യം, അദ്ദേഹത്തിന്റെ ഒരു ആശയം, അതിന്റെ വിപ്ലവത്തിന്റെ ഫലങ്ങളിൽ പെട്ട ഒന്ന്. അപ്പോൾ രാഷ്ട്രം ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം? ഭൂപ്രദേശം മാത്രം പോരാ, പോപ്പുലേഷൻ ആണ് ഏറ്റവും പ്രധാനം. ഫോർ ദി എക്സിസ്റ്റൻസ് ഓഫ് എ സ്റ്റേറ്റ്, ഒരു രാഷ്ട്രത്തിന്റെ നിലനിൽപ്പിന്, ദി പീപ്പിൾ ഷുഡ് ലിവ് യുണൈറ്റഡ്ലി വിത്ത് മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്, ഇന്റർഡിപെൻഡൻസ് ആൻഡ് കോമൺ പബ്ലിക് ഇൻട്രസ്റ്റ്. അപ്പൊ ജനങ്ങൾ ഉണ്ടായാൽ മാത്രം പോരാ, അവർ എങ്ങനെ ജീവിക്കണം? ഇവിടെ പറയുന്നു, ഫോർ ദി എക്സിസ്റ്റൻസ് ഓഫ് എ സ്റ്റേറ്റ്, ഒരു രാഷ്ട്രത്തിന്റെ നിലനിൽപ്പിന് ദി പീപ്പിൾ ഷുഡ് ലിവ് യുണൈറ്റഡ്ലി വിത്ത് മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്, പരസ്പര ധാരണയോടുകൂടി, ഇന്റർഡിപെൻഡൻസ്, പരസ്പര ആശ്രയത്വത്തോടുകൂടി, ആൻഡ് കോമൺ പബ്ലിക് ഇൻട്രസ്റ്റ്, ഒരു പൊതു താല്പര്യത്തോടുകൂടി. ഓക്കെ, സമൂഹത്തിന്റെ പൊതുവായ താല്പര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട്, പരസ്പര മനസ്സിലാക്കിക്കൊണ്ട്, പരസ്പരം സഹകരിച്ചുകൊണ്ട് ഒരുമിച്ച് ജീവിക്കുന്ന ജനങ്ങൾ വേണം. എപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ജനങ്ങളല്ല വേണ്ടത്. മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിംഗ് ഉള്ള, ഇന്റർഡിപെൻഡൻസ് ഉള്ള, കോമൺ പബ്ലിക് ഇൻട്രസ്റ്റ് ഉള്ള ജനങ്ങൾ ഒരുമിച്ച് ജീവിക്കുമ്പോഴാണ് ഒരു രാഷ്ട്രത്തിന്റെ നിലനിൽപ്പ് സാധ്യമാവുകയുള്ളൂ. ഓക്കെ, ദർ ഈസ് നോ സ്റ്റേറ്റ് വിത്തൗട്ട് പീപ്പിൾ. ജനങ്ങളില്ലാണ്ട് എന്തില്ല? ജനങ്ങളില്ലാതെ സ്റ്റേറ്റ് ഇല്ല, രാഷ്ട്രമില്ല. However, the minimum and maximum number of people for a country are not fixed. എന്തില്ല? ഒരു രാജ്യത്തിന് മിനിമം ഇത്ര ജനങ്ങൾ വേണം, അല്ലെങ്കിൽ പരമാവധി മാക്സിമം ഇത്ര ജനങ്ങളെ പാടുള്ളൂ, അങ്ങനെയുള്ള കണക്കുകളൊന്നുമില്ല. ഓക്കെ, ജനസംഖ്യ കൂടും കുറയും, അത് എന്ത് തന്നെ ആയിക്കോട്ടെ, ജനങ്ങൾ വേണം എന്നത് മാത്രമേ എന്തുള്ളൂ? ഒരു കണ്ടീഷൻ ഉള്ളൂ. ഓക്കെ, സോ മിനിമം ആൻഡ് മാക്സിമം നമ്പർ ഓഫ് പീപ്പിൾ ഫോർ എ കൺട്രി ആർ നോട്ട് ഫിക്സഡ്. Population which is too much or too less is not good for a state.
പക്ഷെ എന്തുണ്ട്, അത് നമുക്കറിയുന്ന കാര്യമാണ്. ജനസംഖ്യ വല്ലാണ്ട് കൂടിയാലും ജനസംഖ്യ വല്ലാതെ കുറഞ്ഞാലും അത് നല്ലതല്ല, അല്ലെ? പോപ്പുലേഷൻ വല്ലാണ്ട് കുറഞ്ഞാലും വല്ലാണ്ട് കൂടിയാലും അത് നല്ലതല്ല. അതെങ്ങനെയാ നല്ലതല്ലാണ്ടാവുക? സാമ്പത്തികമായിട്ടൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും, അല്ലെ? ദീസ് ടു ആസ്പെക്ട്സ് വിൽ അഡ്വേഴ്സ്ലി അഫക്ട് ദി ഡെവലപ്മെന്റ് ഓഫ് എ സ്റ്റേറ്റ്. ഒരു രാഷ്ട്രത്തിന്റെ വികസനത്തെ, ഡെവലപ്മെന്റിനെ അത് പ്രതികൂലമായിട്ട് ബാധിക്കും, ജനസംഖ്യ കുറഞ്ഞാലും കൂടിയാലും. നമുക്കറിയാം, സ്റ്റേറ്റ്സ് ലൈക്ക് കാനഡ വിത്ത് ലെസ് പോപ്പുലേഷൻ എൻകറേജസ് മൈഗ്രേഷൻ. ഇപ്പൊ കാനഡ പോലെയുള്ള വികസിത രാജ്യങ്ങൾ, അവിടെ ജനസംഖ്യ കുറവാണ്. അതുകൊണ്ട് തന്നെ അവരെന്ത് പ്രൊമോട്ട് ചെയ്യുന്നു, എന്ത് എൻകറേജ് ചെയ്യുന്നു? മൈഗ്രേഷന്, കുടിയേറ്റത്തെ. ആ രാജ്യങ്ങളിലേക്ക് നല്ല സ്കിൽഡ് ആയിട്ടുള്ള പ്രൊഫഷണൽസിനെ, വിദ്യാഭ്യാസമുള്ള, എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള, ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകൾ അവരെന്ത് ചെയ്യുന്നു? അവർ വെൽക്കം ചെയ്യുന്നു. അങ്ങോട്ടുള്ള മൈഗ്രേഷൻ, അങ്ങോട്ടുള്ള കുടിയേറ്റത്തെ അവർ പ്രോത്സാഹിപ്പിക്കുന്നു. കാരണം അവിടെ പോപ്പുലേഷൻ അവർക്ക് ആവശ്യമുള്ളതിനേക്കാളും കുറവാണ്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് അവർ മൈഗ്രേഷനെ പ്രൊമോട്ട് ചെയ്യുന്നു, എൻകറേജ് ചെയ്യുന്നു. പിന്നെ അപ്പൊ എന്താ അതിന്റെ അർത്ഥം? അതിന്റെ അർത്ഥം ഒരു രാജ്യത്ത് മിനിമം ഒരു ബാലൻസിൽ പോകണം, ഒരു ഒപ്റ്റിമൽ സൈസ് ഓഫ് പോപ്പുലേഷൻ വേണം. ഇല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും. ഓക്കെ, കൂടിക്കാണെങ്കിലും അപകടമാണ്. സ്കേഴ്സിറ്റി ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ഇസ് ദ റീസൺ ഫോർ ദിസ്. ഓക്കെ, അതായത് കാനഡയിലേക്ക് ജനങ്ങളെ, കുടിയേറ്റത്തെ അവർ പ്രോത്സാഹിപ്പിക്കാനുള്ള കാരണം എന്താ? സ്കേഴ്സിറ്റി ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ഇൻ കാനഡ. കാനഡയിൽ ഹ്യൂമൻ റിസോഴ്സ്, മാനവ വിഭവം അല്ലെങ്കിൽ മനുഷ്യ വിഭവം എന്താണ്? കുറവാണ്. അതുകൊണ്ട് അവർ മറ്റു പ്രദേശങ്ങളിൽ നിന്നുള്ള ആളുകളെ വെൽക്കം ചെയ്യുന്നു. അറ്റ് ദ സെയിം ടൈം ഹൈ പോപ്പുലേഷൻ ലീഡ്സ് ടു അൺഎംപ്ലോയ്മെന്റ് ആൻഡ് പോവർട്ടി. നമ്മുടെ രാജ്യമൊക്കെ നേരിടുന്ന ഒരു പ്രധാന പ്രശ്നമാണ്, അല്ലെ? എന്താ? ഹൈ പോപ്പുലേഷൻ. പോപ്പുലേഷൻ വളരെ കൂടുതലാണ്. അത് എന്തിനു കാരണമാവും? ലീഡ്സ് ടു അൺഎംപ്ലോയ്മെന്റ് ആൻഡ് പോവർട്ടി. ദാരിദ്ര്യം, തൊഴിലില്ലായ്മ, അങ്ങനെയുള്ള പല പ്രശ്നങ്ങളിലേക്കും അത് വഴിവെക്കും. അപ്പൊ രണ്ടും അപകടമാണ്. പോപ്പുലേഷൻ കൂടിയാലും പ്രശ്നമാണ്, പോപ്പുലേഷൻ കുറഞ്ഞാലും പ്രശ്നമാണ്. പക്ഷെ പോപ്പുലേഷൻ ഒരു ഒപ്റ്റിമൽ സൈസിൽ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. ഓക്കെ, ഇവാലുവേറ്റ് ഹൗ ഹൈ പോപ്പുലേഷൻ ഓർ ലോ പോപ്പുലേഷൻ അഫക്ട് എ സ്റ്റേറ്റ്. ഇത് പിന്നെ എക്സാമിന് പ്രതീക്ഷിക്കേണ്ട ഒരു ചോദ്യമല്ല, നമുക്കൊരു ജനറൽ ഡിസ്കഷന് വേണ്ടി കൊടുത്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അതായത് ഹൈ പോപ്പുലേഷന്റെയും ലോ പോപ്പുലേഷന്റെയും ഒക്കെ ഗുണദോഷങ്ങൾ. ഓക്കെ, ഗുണദോഷങ്ങൾ എന്ന് പറയാനില്ല, ദോഷങ്ങളെ ഉണ്ടാവുള്ളൂ. ഹൈ പോപ്പുലേഷൻ ആണെങ്കിലും ലോ പോപ്പുലേഷൻ ആണെങ്കിലും അതിന് കുറെ പ്രശ്നങ്ങൾ ഉണ്ടാവും, അത് സൃഷ്ടിക്കുന്ന കുറെ പ്രശ്നങ്ങൾ. ഒന്ന് രണ്ടെണ്ണം ഇപ്പൊ നമ്മൾ മുകളിൽ തന്നെ പറഞ്ഞു. അപ്പൊ അങ്ങനെ എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഈ രണ്ട് കാര്യങ്ങൾ കൊണ്ട് ഉണ്ടാവുന്നത് നമ്മൾ ജനറൽ ആയിട്ടൊന്ന് മനസ്സിലാക്കി വെക്കുക. ഇപ്പൊ പോപ്പുലേഷൻ വല്ലാണ്ട് കൂടുകയാണെങ്കിൽ ഇവിടെ പറഞ്ഞതുപോലെ എന്തുണ്ടാവും? അൺഎംപ്ലോയ്മെന്റ് ഉണ്ടാവും, പോവേർട്ടി ഉണ്ടാവും, അല്ലെ? അങ്ങനെയുള്ള, അതേപോലെ നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചറൽ ഫെസിലിറ്റീസ് ഒക്കെ ഒരുപാട് ഗവൺമെന്റിന് സ്പെൻഡ് ചെയ്യേണ്ടി വരും, ഒരുപാട് എക്സ്പെൻസീവ് ആയിരിക്കും, ഗവൺമെന്റിന് ഒരുപാട് ചെലവുകൾ വരും, എക്സ്പെൻഡിച്ചർ, പബ്ലിക് എക്സ്പെൻഡിച്ചർ വല്ലാണ്ട് കൂടും, അല്ലെ? അപ്പൊ അങ്ങനെ പല പ്രശ്നങ്ങളും ഉണ്ട്. കാരണം അത്രയും ആളുകൾക്ക് വേണ്ട എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യണം, ഹെൽത്ത് കെയർ പ്രൊവൈഡ് ചെയ്യണം, ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യണം, അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അവിടെ വരും. ഇനി പോപ്പുലേഷൻ വല്ലാണ്ട് കുറഞ്ഞാലോ? നേരത്തെ പറഞ്ഞതുപോലെ we have to depend the people from other countries. നമ്മുടെ പോപ്പുലേഷൻ കുറവാണെങ്കിൽ മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകളെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും. നമ്മുടെ രാജ്യത്തുള്ള റിസോഴ്സസ് ഇഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ നമുക്ക് പറ്റാതെ പോവും. അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ ഞാൻ വീണ്ടും പറയുന്നു, ഇത് പരീക്ഷയ്ക്ക് വേണ്ടി ചോദിക്കുന്ന ഒരു ചോദ്യമല്ല, ഒരു ജനറൽ ഡിസ്കഷന് വേണ്ടി മാത്രം ഉദ്ദേശിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. പിന്നെ വാട്ട് ഡു വി അണ്ടർസ്റ്റാൻഡ് ഫ്രം ദിസ്? അപ്പൊ നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലായ കാര്യം എന്താ? ദി പീപ്പിൾ ഓഫ് എ നേഷൻ need not belong to any single religion, speak any particular language or follow a particular culture. ശ്രദ്ധിക്കണേ, എന്താ ഇവിടെ പറയുന്നത്? ഒരു രാജ്യത്തെ ജനങ്ങൾക്ക് എന്ത് വേണ്ട? ഏതെങ്കിലും ഒരു മതം മാത്രമേ പാടുള്ളൂ എന്നില്ല. ഓക്കെ, പീപ്പിൾ ഓഫ് എ നേഷൻ നീഡ് നോട്ട് ബിലോങ് ടു എനി സിംഗിൾ റിലീജിയൻ. ഒരു രാജ്യത്തുള്ള എല്ലാ ജനങ്ങളും ഒരൊറ്റ മതത്തിൽ വിശ്വസിക്കുന്നവരാവണ്ട, ഒരു മതം തന്നെ വിശ്വസിക്കണമെന്നുള്ള കണ്ടീഷൻ ഒന്നുമില്ല. സ്പീക്ക് എനി പെർട്ടിക്കുലർ ലാംഗ്വേജ്, ഏതെങ്കിലും ഒരു പ്രത്യേക ഭാഷ മാത്രമേ സംസാരിക്കാൻ പാടുള്ളൂ എന്ന നിബന്ധനയുമില്ല. ഓർ ഫോളോ എ പെർട്ടിക്കുലർ കൾച്ചർ, ഒരു ഏതെങ്കിലും പ്രത്യേക പൈതൃകം, ഒരു പ്രത്യേക സംസ്കാരം മാത്രമേ ഫോളോ ചെയ്യാൻ പാടുള്ളൂ എന്നും എന്തില്ല? ഒരു നിബന്ധനയുമില്ല. ഏത് മതവും ആവാം, ഏത് ഭാഷയും ആവാം, ഏത് വിശ്വാസവും ആവാം. ഹൗവെവർ, പക്ഷേ അങ്ങനെയൊക്കെ ആണെങ്കിലും ദേ ഷുഡ് ലീവ് യുണൈറ്റഡ്ലി വിത്ത് കോമൺ നാഷണലിസം. പല ഭാഷകളും പല മതങ്ങളും ഒക്കെ ആയിക്കോട്ടെ, പക്ഷെ എന്ത് വേണം? ദേ ഷുഡ് ലീവ് യുണൈറ്റഡ്ലി വിത്ത് കോമൺ നാഷണലിസം. ഒരു പൊതുവായിട്ടുള്ള ദേശീയതയുടെ അടിസ്ഥാനത്തിൽ, ഒരു കോമൺ നാഷണലിസത്തിന്റെ, ഒരു പൊതുവായ ദേശീയതയുടെ അടിസ്ഥാനത്തിൽ ഐക്യത്തോടെ അവർ ജീവിക്കണം. നമ്മുടെ രാജ്യത്ത് നമുക്കറിയാം, പല മതങ്ങളുണ്ട്, പല വിശ്വാസങ്ങളുണ്ട്, പല ഭാഷകളുണ്ട്,
പ്രാദേശികമായിട്ടുള്ള വൈവിധ്യങ്ങൾ ഒരുപാടുണ്ട്. സാംസ്കാരിക വൈവിധ്യങ്ങൾ, ആചാര അനുഷ്ഠാനങ്ങളിലുള്ള വൈവിധ്യങ്ങൾ, അങ്ങനെ ഒരുപാട് വെറൈറ്റീസ്, വൈവിധ്യങ്ങൾ ഉള്ള ഒരു നാടാണ് നമ്മുടെ നാട്, നമ്മുടെ രാജ്യം. പക്ഷെ അതിലൊക്കെ ഉപരിയായിട്ട് നമുക്കിടയിൽ എന്തുണ്ട്? ഒരു ഐക്യബോധമുണ്ട്, സെൻസ് ഓഫ് യൂണിറ്റി ഉണ്ട്, ഇറസ്പെക്റ്റീവ് ഓഫ് ഓൾ ദീസ് ഡിഫറൻസസ്. ഈ പറയുന്ന എല്ലാ വ്യത്യാസങ്ങൾക്ക് ഉപരിയായിട്ട് നമുക്കിടയിൽ എന്തുണ്ട്? ഒരു മാനസിക ഐക്യമുണ്ട്. എന്നാൽ ആ മാനസിക ഐക്യം നമ്മളെല്ലാവരും ഇന്ത്യക്കാരാണ്. നമ്മൾ മലയാളിയാണ്, തമിഴനാണ്, അസാമിയാണ്, പഞ്ചാബിയാണ്, പിന്നെ അങ്ങനെയുള്ള പല വ്യത്യാസങ്ങളുണ്ട്. പക്ഷെ നമ്മളെല്ലാവരും ഇന്ത്യക്കാരാണ് എന്നുള്ള ആ ഒരു സെൻസ് ഓഫ് യൂണിറ്റി, അതിന്റെ പേരാണെന്ത്? നാഷണലിസം. അപ്പോൾ അങ്ങനെയുള്ള ഒരു നാഷണലിസം, ഒരു കോമൺ നാഷണലിസം അത്യാവശ്യമാണ്. ഏത് മതവും ഏത് ഭാഷയും ആയിക്കോട്ടെ, ബട്ട് വി ഷുഡ് ലിവ് യുണൈറ്റഡ്ലി വിത്ത് എ കോമൺ നാഷണലിസം. We have discussed in the earlier chapters what nationality is and how it influences a state. എന്താണ് നാഷണാലിറ്റി? നാഷണലിസത്തിന്റെ എമർജൻസും കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചതാണ് വേറൊരു യൂണിറ്റിൽ. അപ്പോൾ അതിനെപ്പറ്റി നമ്മളിപ്പോൾ നോക്കേണ്ട കാര്യമില്ല. പക്ഷെ എന്നാലും എന്താ നാഷണലിസം എന്ന് പറഞ്ഞാൽ? ഇറ്റ്സ് എ സെൻസ് ഓഫ് യൂണിറ്റി among the people. Nationalism is a sense of unity among the people, irrespective of caste, color, creed, sex, religion, region, language, etc. ഇങ്ങനെയുള്ള വ്യത്യാസങ്ങൾക്കൊക്കെ അതീതമായിട്ട് മനുഷ്യർക്കിടയിലുള്ള മാനസിക ഐക്യമാണെന്ത്? നാഷണലിസം എന്ന് പറയുന്നത്, അല്ലെ? ഓക്കെ, അപ്പോൾ അതൊക്കെ നമ്മൾ മനസ്സിലാക്കിയ കാര്യമാണ്. അപ്പോൾ ഒന്നാമത്തെ ഫാക്ടർ, ഒരു സ്റ്റേറ്റിന്റെ ബേസിക് ഫാക്ടേഴ്സിലെ ഒന്നാമത്തെ ഫാക്ടർ ഇപ്പം നമ്മൾ നോക്കി. എന്താ? പോപ്പുലേഷൻ എന്ന് പറയുന്ന ഒന്നാമത്തെ ഫാക്ടർ, അല്ലെ? ജനസംഖ്യ അല്ലെങ്കിൽ ജനങ്ങൾ എന്നുള്ള ആ ഒരു ഘടകം നമ്മൾ നോക്കി. ഇനി രണ്ടാമത്തെ ഫാക്ടറാണ് ടെറിട്ടറി, ഭൂപ്രദേശം. ഒരു രാഷ്ട്രത്തിന് വേണ്ട, ഒരു സ്റ്റേറ്റിന് വേണ്ട മറ്റൊരു ബേസിക് പില്ലറാണ് അല്ലെങ്കിൽ ഒരു ബേസിക് ഫാക്ടറാണ് എന്ത്? ടെറിട്ടറി, ഭൂപ്രദേശം വേണം. ജനങ്ങൾ മാത്രം പോരാ, എന്തും വേണം? ഭൂപ്രദേശം വേണം. അപ്പൊ അത് നമുക്ക് നോക്കാം. ഒബ്സർവ് ദി മാപ്പ് ഓഫ് ഇന്ത്യ ആൻഡ് ദി ഇൻഫർമേഷൻ ഗിവൺ ബിലോ. ഇന്ത്യയുടെ ഭൂപടം കൊടുത്തിട്ടുണ്ട്, കുറച്ച് കാര്യങ്ങൾ, ഡീറ്റെയിൽസ്, ടെറിട്ടറി, ഏരിയ കൊടുത്തിട്ടുണ്ട്, അതേപോലെ ബോർഡർ ലാൻഡ്, കോസ്റ്റൽ ലാൻഡ്, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നമ്മൾ നോക്കി. ഇനി details of land area and boundaries are given along with the map, അല്ലെ? അതായത് ഭൂപ്രദേശത്തിന്റെ പിന്നെ പേരുകളും കാര്യങ്ങളും അതേപോലെ തന്നെ അതിന്റെ അതിർത്തി രേഖകളും കാര്യങ്ങളൊക്കെ ആ ഒരു മാപ്പിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ടെറിട്ടറി ഈസ് ആൻ ഇമ്പോർട്ടന്റ് ഫാക്ടർ ഫോർ ദി ഫോർമേഷൻ ഓഫ് സ്റ്റേറ്റ്. അതൊക്കെ നമ്മൾ പറഞ്ഞത്, അല്ലെ? അതായത് ഒരു രാഷ്ട്രത്തിന്റെ രൂപീകരണത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം തന്നെയാണ് ഏതും? ടെറിട്ടറി എന്ന് പറയുന്നതും ഭൂപ്രദേശം എന്ന് പറയുന്നതും. A state should have an exact territory with a clear-cut boundary. ഒരു രാഷ്ട്രമാവണമെങ്കിൽ എന്ത് വേണം? ഭൂപ്രദേശം വേണം. അതും എങ്ങനത്തെ ഭൂപ്രദേശം വേണം? കൃത്യമായ അതിർത്തികളോട് കൂടിയിട്ടുള്ള ഭൂപ്രദേശം വേണം. ഓക്കെ, കൃത്യമായ അതിർത്തികളോട് കൂടിയിട്ടുള്ള ഒരു ഭൂപ്രദേശം രാഷ്ട്രത്തിന് വേണം. The state is formed when the people settle permanently in a particular territory. ഓക്കെ, ജനങ്ങള് ഈ കൃത്യമായ അതിർത്തിയോട് കൂടിയ ഭൂപ്രദേശത്ത് ജനങ്ങൾ സ്ഥിരതാമസമാക്കുമ്പോഴാണ് എന്തുണ്ടാവുന്നത്? ഒരു സ്റ്റേറ്റ് ഫോം ചെയ്യുന്നത്. അപ്പൊ ഒരു ക്ലിയർ കട്ട് ബൗണ്ടറി ഉള്ള ടെറിട്ടറിയാണ് വേണ്ടത്. അതിർത്തി കൃത്യമായിട്ട് വേണം. ആ അതിർത്തിക്കുള്ളിൽ ജനങ്ങൾ പെർമനന്റ്ലി അവർ സെറ്റിൽ ചെയ്യുമ്പോഴാണ് എന്തുണ്ടാവുന്നത്? ഒരു സ്റ്റേറ്റ് ഫോം ചെയ്യുന്നത്. ഓക്കെ, ദി സ്റ്റേറ്റ് ഷുഡ് ഹാവ് കംപ്ലീറ്റ് കൺട്രോൾ ഓവർ ഇറ്റ്സ് ടെറിട്ടറി. അതേപോലെ തന്നെ ആ രാഷ്ട്രത്തിന് എന്ത് വേണം? ആ പറഞ്ഞ ടെറിട്ടറിന്റെ മുകളിൽ, ആ ബൗണ്ടറിന്റെ ഉള്ളിലുള്ള ആ ഒരു ഭൂപ്രദേശത്തിന്റെ മുകളിൽ കൃത്യമായിട്ടുള്ള നിയന്ത്രണം അല്ലെങ്കിൽ കംപ്ലീറ്റ് കൺട്രോൾ ആർക്ക് വേണം? ആ രാഷ്ട്രത്തിന് വേണം. ഓക്കെ, ദി ലാൻഡ് ഏരിയ. ഈ ടെറിട്ടറി എന്ന് പറയുമ്പോൾ അതിൽ എന്തൊക്കെ വരുന്നുണ്ടെന്നാണ് അടുത്ത സെന്റൻസിൽ പറയുന്നത്. എന്തൊക്കെ വരുന്നുണ്ട്? ദി ലാൻഡ് ഏരിയ, വാട്ടർ ബോഡീസ്, coastal area, aerial space, etc. within the boundaries are part of the territory. ഈ പറഞ്ഞ അതിർത്തിക്കുള്ളിലുള്ള ലാൻഡ് ഏരിയ, അതായത് കരഭാഗം വരുന്നുണ്ട്, വാട്ടർ ബോഡീസ് ജലഭാഗങ്ങൾ വരുന്നുണ്ട്, കോസ്റ്റൽ ഏരിയ തീരപ്രദേശം വരുന്നുണ്ട്, ഏരിയൽ സ്പേസ് വായുഭാഗവും വരുന്നുണ്ട്. ഓക്കെ, വായുമേഖലയും വരുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം കൂടി ചേർന്നതാണ് എന്ത്? ടെറിട്ടറി എന്ന് പറയുന്നത്. മണ്ണ് മാത്രമല്ല, ലാൻഡ് ഏരിയ മാത്രമല്ല. സോ ലാൻഡ് ഏരിയ, വാട്ടർ ബോഡീസ്, കോസ്റ്റൽ ഏരിയ, ഏരിയൽ സ്പേസ് എക്സെട്ര വിത്തിൻ ദി ബൗണ്ടറീസ് ആർ പാർട്ട് ഓഫ് ദി ടെറിട്ടറി. ഇതെല്ലാം എന്തിന്റെ ഭാഗമാണ്? ഭൂപ്രദേശത്തിന്റെ ഭാഗമാണ് എന്ന് മനസ്സിലാക്കുക. ഓക്കെ, നേരത്തെ നമ്മൾ പോപ്പുലേഷന്റെ കാര്യത്തിൽ നമ്മളൊരു കാര്യം പറഞ്ഞു. അവിടെ എന്തില്ല? പോപ്പുലേഷന്റെ കാര്യത്തിൽ പോപ്പുലേഷൻ എത്രയേ പാടുള്ളൂ എന്നൊരു കണക്ക് പറയുന്നില്ല, അല്ലെ? ഇവിടെ പറയുന്നു there is no minimum and maximum number of people for a country are not fixed. ഒരു രാജ്യത്തിന്റെ മിനിമം നമ്പർ ഓഫ് പീപ്പിൾ എത്ര വേണമെന്നോ അല്ലെങ്കിൽ മാക്സിമം എത്രയേ പാടുള്ളൂ അങ്ങനെയുള്ള ഒരു കണക്ക് പോപ്പുലേഷന്റെ കാര്യത്തിലില്ല എന്ന് നമ്മൾ പറഞ്ഞു. അതേപോലെ തന്നെ
ഈ ടെറിട്ടറിന്റെ സൈസിന്റെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. അതാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഒബ്സർവ് ദി പൊളിറ്റിക്കൽ മാപ്പ് ഓഫ് ദി വേൾഡ്. നമ്മുടെ ഒരു വേൾഡ് മാപ്പിന്റെ അല്ലെങ്കിൽ വേൾഡ് മാപ്പ് നമ്മൾ നോക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ അറ്റ്ലസ് മാപ്പോ അല്ലെങ്കിൽ എല്ലാ രാഷ്ട്രങ്ങളെയും കാണിക്കുന്ന ഒരു വേൾഡ് മാപ്പ് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് അതിൽ കാണാൻ പറ്റും. യു ക്യാൻ സീ ബിഗ് കൺട്രീസ് ലൈക്ക് റഷ്യ, കാനഡ, അമേരിക്ക ആൻഡ് സ്മോൾ കൺട്രീസ് ലൈക്ക് സാൻ മരീനോ, വത്തിക്കാൻ സിറ്റി എക്സെട്ര. അപ്പോൾ ഒരു വേൾഡ് മാപ്പ് നമ്മൾ നോക്കുകയാണെങ്കിൽ വലിയ രാജ്യങ്ങളായിട്ടുള്ള റഷ്യ, കാനഡ, അമേരിക്ക തുടങ്ങിയിട്ടുള്ള രാജ്യങ്ങൾ നമുക്ക് കാണാൻ പറ്റും. അതേപോലെ വളരെ വളരെ ചെറിയ രാജ്യങ്ങളായിട്ടുള്ള സാൻ മരീനോ, വത്തിക്കാൻ സിറ്റി തുടങ്ങിയിട്ടുള്ള രാജ്യങ്ങളെയും നമുക്ക് കാണാൻ പറ്റും. വത്തിക്കാൻ സിറ്റി നമ്മൾ മുമ്പും കേട്ടിട്ടുണ്ടാവും, ചെറിയ രാഷ്ട്രമാണെന്നുള്ള പേരിലൊക്കെ. സാൻ മരീനോ ഒരു പക്ഷെ നമ്മൾ ആദ്യമായിട്ട് കേൾക്കുകയായിരിക്കും. സാൻ മരീനോ എന്ന് പറയുന്നതും യൂറോപ്പിലുള്ള ഒരു രാഷ്ട്രം തന്നെയാണ്. ഇറ്റലിക്കൊക്കെ അടുത്തുള്ള ഒരു രാഷ്ട്രമാണ് ഇത് സാൻ മരീനോ. ഒരു വളരെ ചെറിയൊരു രാഷ്ട്രം. അപ്പോൾ വേൾഡ് മാപ്പ് നോക്കുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു കാര്യം മനസ്സിലാവും. എന്ത് മനസ്സിലാവും? വലിയ രാജ്യങ്ങളും ഉണ്ട്, ചെറിയ രാജ്യങ്ങളും ഉണ്ട്. അപ്പൊ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ? അതിന് മനസ്സിലാക്കേണ്ട കാര്യം, ദി ടെറിട്ടോറിയൽ സൈസ് ഡസ് നോട്ട് മാറ്റർ ഇൻ ദി ഫോർമേഷൻ ഓഫ് എ സ്റ്റേറ്റ്. അതായത് ഭൂപ്രദേശത്തിന്റെ വലിപ്പം ഒരു വിഷയമല്ല എന്നർത്ഥം. ഓക്കെ, ഒരു രാഷ്ട്രത്തിന് കൃത്യമായ അതിർത്തികളോട് കൂടിയിട്ടുള്ള ഒരു ഭൂപ്രദേശം ഉണ്ടായാൽ മതി. അവിടെ ജനങ്ങൾ സ്ഥിരതാമസമാക്കണം. അതിന് മുകളിൽ രാഷ്ട്രത്തിന് പൂർണ്ണ കൺട്രോൾ വേണം. അത് മതി. അല്ലാണ്ട് എന്ത് വേണ്ട? ടെറിട്ടോറിയൽ സൈസ് അവിടെ ഒരു വിഷയമല്ല. ടെറിട്ടോറിയൽ സൈസ് ഡസ് നോട്ട് മാറ്റർ ഇൻ ദി ഫോർമേഷൻ ഓഫ് എ സ്റ്റേറ്റ്. ഒരു രാഷ്ട്രത്തിന്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ട് ആ ഭൂപ്രദേശത്തിന്റെ വലിപ്പത്തിന് എന്തില്ല? പ്രസക്തിയില്ല. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് ടെറിട്ടോറിയൽ വാട്ടേഴ്സ് എന്നുള്ള ഒരു ബോക്സ് കാണാം. എക്സ്ട്രാ റീഡിംഗ് ആണെങ്കിലും ഒന്ന് അറിഞ്ഞു വെക്കുന്നത് നല്ലതാണ്. ഇത് കംപ്ലീറ്റ് വായിക്കൊന്നും വേണ്ട. നോക്കാം എന്താ പറയുന്നത് നോക്കാം. അതായത് പിന്നെ ദി സീ അപ് ടു 12 nautical miles, around 22 kilometer. നമ്മൾ കടലിലുള്ള ദൂരം, സമുദ്രത്തിന്റെ ഒക്കെ ദൂരം നമ്മൾ അളക്കുക നോട്ടിക്കൽ മൈൽ എന്നുള്ള യൂണിറ്റിലാണ്. അപ്പൊ അത് നമ്മൾ കിലോമീറ്റർ ആക്കി പറയുകയാണെങ്കിൽ ഏകദേശം 12 നോട്ടിക്കൽ മൈൽ എന്ന് പറയുമ്പോൾ 22 കിലോമീറ്റർ. ഓക്കെ, സോ ദി സീ അപ് ടു 12 nautical miles ഫ്രം ദി കോസ്റ്റ് ഈസ് കൺസിഡേർഡ് എ പാർട്ട് ഓഫ് ദി ടെറിട്ടറി ഓഫ് ദി കൺട്രി കൺസേൺഡ്. അതായത് നമ്മൾ അതൊന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. എന്താ പറയുന്നത്? ഇപ്പോൾ സമുദ്ര സാമീപ്യമുള്ള രാജ്യങ്ങളിൽ ഇപ്പോൾ നമ്മുടെ ഇന്ത്യ പെടുമല്ലോ. നമ്മുടെ ഇന്ത്യയുടെ 3 ഭാഗത്തും എന്താണ്? കടലാണ്, അല്ലേ? അപ്പൊ ഇങ്ങനെയുള്ള പ്രദേശങ്ങൾ, നമ്മുടെ തീരപ്രദേശത്ത് നിന്ന് ഏകദേശം 12 നോട്ടിക്കൽ മൈൽ ദൂരം വരെ കടലിന്റെ ഭാഗം ആ രാജ്യത്തിന്റെ നിയന്ത്രണത്തിലായിരിക്കും. ഓക്കെ, ആ ഭൂപ്രദേശത്തിന്റെ ഭാഗമായിട്ട് കണക്കാക്കാം. അപ്പൊ നമ്മുടെ കേരള തീരത്തുനിന്ന് ഒരു 12 കിലോമീറ്റർ അറബിക്കടലിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ അത്രയും ഭാഗം നമ്മുടെ ഇന്ത്യയുടെ ടെറിട്ടറിയിൽ പെട്ടതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അങ്ങനെ ഓരോ രാജ്യത്തിനും. ഓക്കെ, അപ്പൊ അതാണ് ഇവിടെ പറയുന്നത്. അപ്പൊ അത് ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്തു എന്ന് മാത്രം. ഓക്കെ, ദിസ് ഏരിയ ഈസ് നോൺ ആസ് ടെറിട്ടോറിയൽ വാട്ടേഴ്സ്. ഓക്കെ, ടെറിട്ടോറിയൽ വാട്ടേഴ്സ് എന്നാണ് ഈ ഒരു പ്രദേശത്തെ, ഈ ഒരു 12 നോട്ടിക്കൽ മൈൽ ദൂരം വരെയുള്ള ഭാഗത്തെ അറിയപ്പെടുന്നത്. അപ്പോൾ എല്ലാ രാജ്യങ്ങൾക്കും, സമുദ്ര സാമീപ്യമുള്ള രാജ്യങ്ങൾക്കൊക്കെ അവരുടെ തീരത്തുനിന്ന് 12 നോട്ടിക്കൽ മൈൽ ദൂരം വരെയുള്ള ഭാഗം ആ രാജ്യത്തിന്റെ അതിർത്തിയിൽ പെട്ടതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഓക്കെ, അപ്പൊ നമ്മൾ 2 ഫാക്ടേഴ്സ്, ഒരു സ്റ്റേറ്റിന്റെ ഫോർമേഷനുമായി ബന്ധപ്പെട്ട 2 ഫാക്ടേഴ്സ് നോക്കി. ഒന്ന് പോപ്പുലേഷൻ, രണ്ടാമത്തേത് ടെറിട്ടറി. ഇനി 2 ഘടകങ്ങൾ കൂടി കിടക്കുന്നുണ്ട്, അല്ലെ? ഏതൊക്കെയാ? ഗവൺമെന്റ് ഉണ്ട്, സോവറിറ്റി ഉണ്ട്. അപ്പൊ ഗവൺമെന്റ് ആണ് നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത്. ഗവൺമെന്റ്. ഓക്കെ, ഗവൺമെന്റ്. ദി ഓർഗൻസ് ഓഫ് ഗവൺമെന്റ് ആൻഡ് ദി ഗവൺമെന്റ് ഇൻ ഇന്ത്യ ഹാവ് ബീൻ ഡിസ്കസ്ഡ് ഇൻ ഏർലിയർ ക്ലാസ്സസ്. പ്രത്യേകിച്ച് നമ്മൾ 8ാം ക്ലാസ്സിലൊക്കെ പഠിച്ചതാണ് ഓർഗൻസ് ഓഫ് ഗവൺമെന്റ്, അല്ലെ? ഒരു ഗവൺമെന്റിന്റെ ഓർഗൻസ്, അവയവങ്ങൾ, 3 ഭാഗങ്ങൾ അല്ലെങ്കിൽ പില്ലേഴ്സ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ലെജിസ്ലേച്ചർ, എക്സിക്യൂട്ടീവ്, അതേപോലെ തന്നെ ജുഡീഷ്യറി നമ്മൾ പഠിച്ചതാ. അപ്പോൾ അതൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അതിന്റെ മറ്റു സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ ചെറിയ ക്ലാസ്സിൽ മനസ്സിലാക്കി. ഗവൺമെന്റ് ഈസ് ആൻ അൺഅവോയ്ഡബിൾ കോൺസ്റ്റിറ്റ്യൂവന്റ് ഓഫ് എ സ്റ്റേറ്റ്. ഈ നേരത്തെ പറഞ്ഞ ടെറിട്ടറി, അതേപോലെ പോപ്പുലേഷൻ പോലെ തന്നെ നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത, ഒരു രാഷ്ട്രത്തിനെ സംബന്ധിച്ച് നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ഒരു ഘടകമാണ് ഇത് ഗവൺമെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, 4 ഘടകങ്ങളും ആവശ്യമാണ്. അപ്പൊ ഈ ഗവൺമെന്റും അതേപോലെ നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ഒരു ഘടകമാണ്. ആൻഡ് ഓൺ ബിഹാഫ് ഓഫ് ദി സ്റ്റേറ്റ് ദി ഗവൺമെന്റ് makes and executes law and ensures justice to the people. അതായത് രാഷ്ട്രത്തിന് വേണ്ടി നിയമങ്ങളൊക്കെ നിർമ്മിക്കുന്നതും അതൊക്കെ നടപ്പിലാക്കുന്നതും അതിനൊക്കെ ജനങ്ങൾക്ക് നീതി ഉറപ്പാക്കുന്നതും ഒക്കെ ശരിക്കും ആരാണ്? അത് ഗവൺമെന്റ് ആണ്, അല്ലെ? ശ്രദ്ധിക്കുക, അവിടെ തന്നെ അതിന്റെ പ്രാധാന്യം നമുക്ക് കാണാൻ പറ്റും. എന്താ പറയുന്നത്? ഗവൺമെന്റ് ഓൺ ബിഹാഫ് ഓഫ് ദി സ്റ്റേറ്റ്
ദി ഗവൺമെന്റ് മേക്സ് ആൻഡ് എക്സിക്യൂട്ട്സ് ലോ. നിയമങ്ങൾ ഉണ്ടാക്കുന്നതും നടപ്പിലാക്കുന്നതും ഗവൺമെന്റ് ആണ്. ആൻഡ് എൻഷ്യൂർസ് ജസ്റ്റിസ് ടു ദി പീപ്പിൾ. ജനങ്ങൾക്ക് നീതി ഉറപ്പാക്കുന്നതും ആരാണ്? ഗവൺമെന്റ് ആണ്. ഗവൺമെന്റ് എൻഷ്യൂർസ് സെക്യൂരിറ്റി ആൻഡ് മേക്സ് അവൈലബിൾ ഡിഫറെന്റ് സർവീസസ് ടു ദി പീപ്പിൾ. ഇപ്പം പറഞ്ഞ കാര്യം ഒന്നുകൂടി നീട്ടി പറയാണ്. ഗവൺമെന്റ് എന്ത് ചെയ്യുന്നു? എൻഷ്യൂർസ് സെക്യൂരിറ്റി, ജനങ്ങൾക്ക് സുരക്ഷിതത്വം ഉറപ്പു നൽകുന്നു. ആൻഡ് മേക്സ് അവൈലബിൾ ഡിഫറെന്റ് സർവീസസ് ടു ദി പീപ്പിൾ. ജനങ്ങൾക്ക് വേണ്ടി പല പല സേവനങ്ങളും ചെയ്തു കൊടുക്കുന്നു. അതിനൊക്കെ വേണ്ടിയാണല്ലോ നമ്മൾ ഗവൺമെന്റിനെ തെരഞ്ഞെടുക്കുന്നത്. ഇപ്പോൾ ഇലക്ഷനുകൾ വരുമ്പോൾ നമ്മൾ വോട്ട് ചെയ്യുന്നതും ആളുകളെ തെരഞ്ഞെടുക്കുന്നത് എന്തിനാ? ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് വേണ്ടിയാണ്, നമ്മുടെ സെക്യൂരിറ്റിക്ക് വേണ്ടി തന്നെയാണ്. അതേപോലെ നമുക്ക് പല സർവീസസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആളുകളെ തെരഞ്ഞെടുക്കുന്നത്. സോ ഗവൺമെന്റ് എൻഷ്യൂർസ് സെക്യൂരിറ്റി ആൻഡ് മേക്സ് അവൈലബിൾ ഡിഫറെന്റ് സർവീസസ് ടു ദി പീപ്പിൾ. Some responsibilities of government are given below. Add more to the list. ഒരു ഗവൺമെന്റിന്റെ റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണ്? ഇതൊരു നേരത്തെ പറഞ്ഞതുപോലെ ഒരു ജനറൽ ആയിട്ടുള്ള കാര്യമാണ്. നമുക്ക് പലതും എഴുതാം, നമുക്ക് എന്ത് എഴുതി വെച്ചാൽ അവിടെ ആൻസറാ. എന്തൊക്കെയാണ് ഒരു ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തങ്ങൾ? എന്തൊക്കെയാ? മെയിൻറ്റെയിൻ ലോ ആൻഡ് ഓർഡർ. മെയിൻറ്റെയിൻ ലോ ആൻഡ് ഓർഡർ എന്ന് വെച്ചാൽ എന്താ? ക്രമസമാധാനം ഉറപ്പുവരുത്തുക. അതേപോലെ ഇൻക്രീസ് എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ്, തൊഴിലവസരങ്ങളൊക്കെ വർദ്ധിപ്പിക്കുക. ഇംപ്ലിമെന്റ് ഡെവലപ്മെന്റൽ പ്രോജക്ട്സ്, അതായത് വികസന പ്രവർത്തനങ്ങളൊക്കെ നടപ്പിലാക്കുക. അതേപോലെ നമുക്ക് എന്തും പറയാം അവിടെ. എസ്റ്റാബ്ലിഷ് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ രൂപീകരിക്കുക. അതേപോലെ എസ്റ്റാബ്ലിഷ് ഹോസ്പിറ്റൽസ് ഓർ ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ്, അല്ലെ, ആരോഗ്യ സംരക്ഷണ സംവിധാനങ്ങൾ, ആശുപത്രികളൊക്കെ ഉണ്ടാക്കുക. അങ്ങനെയുള്ള കുറേ പ്രവർത്തനങ്ങൾ, കുറേ റെസ്പോൺസിബിലിറ്റീസ് ഗവൺമെന്റിനുണ്ട്. അപ്പൊ അത് ജനറൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. എക്സാമിന് അഥവാ ചോദിക്കുകയാണെങ്കിൽ നമുക്ക് കണ്ണും പൂട്ടി എഴുതാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, അല്ലെ. സോ റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ഗവൺമെന്റ്, ഇങ്ങനെ ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് എന്തിനുണ്ട്? ഗവൺമെന്റിനുണ്ട്. ദി സ്റ്റേറ്റ് റീച്ചസ് ദി പീപ്പിൾ ബൈ എക്സിക്യൂട്ടിംഗ് സച്ച് റെസ്പോൺസിബിലിറ്റീസ്. ഒരു രാഷ്ട്രം, ഒരു സ്റ്റേറ്റ് ശരിക്കും യഥാർത്ഥത്തിൽ ജനങ്ങളിലേക്ക് എത്തുന്നത് എങ്ങനെയാണ്? ഇങ്ങനെയുള്ള റെസ്പോൺസിബിലിറ്റീസ്, ഇങ്ങനെയുള്ള ഉത്തരവാദിത്തങ്ങൾ ഒരു ഗവൺമെന്റ് ചെയ്യുന്നതിലൂടെയാണ് ഒരു രാഷ്ട്രം യഥാർത്ഥത്തിൽ ജനങ്ങളിലേക്ക് ഇറങ്ങി വരുന്നത്. ഓക്കെ, ഇങ്ങനെയുള്ള ഉത്തരവാദിത്തങ്ങളിലൂടെയാണ് ഒരു രാഷ്ട്രം ജനങ്ങളിലേക്ക് എത്തുന്നത് എന്ന് പറയാം. ഡിഫറെന്റ് സ്റ്റേറ്റ് ഹാവ് ഡിഫറെന്റ് ഫോംസ് ഓഫ് ഗവൺമെന്റ്. എല്ലാ രാജ്യത്തും ഒരേ തരത്തിലുള്ള ഗവൺമെന്റ് ആണോ? ഒരിക്കലുമല്ല. ഓരോ രാജ്യത്തും ഓരോ തരത്തിലുള്ള സർക്കാരുകൾ, ഗവൺമെന്റുകളായിരിക്കും ഉണ്ടാവുക. ഇവിടെ പറയുന്നു മൊണാർക്കി, അതേപോലെ ഡെസ്പോട്ടിക് റൂൾ, ഡെമോക്രസി എക്സെട്ര ആർ ദി ഡിഫറെന്റ് ഫോംസ് ഓഫ് ഗവൺമെന്റ് യു ഹാവ് ഡിസ്കസ്ഡ്. നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള ചില പലതരത്തിലുള്ള ഗവൺമെന്റുകളാണ് ഏതൊക്കെ? മൊണാർക്കി. എന്താ മൊണാർക്കി? രാജഭരണമാണ് മൊണാർക്കി. ഡെസ്പോട്ടിക് റൂൾ എന്ന് പറയുമ്പോൾ ഏകാധിപത്യ ഭരണം എന്ന് പറയാം. ഓക്കെ, ഏകദേശം ഒരേപോലെ തന്നെ ഏകാധിപത്യ ഭരണങ്ങൾ. അതേപോലെ ഡെമോക്രസി, നമ്മുടെ രാജ്യത്തുള്ള ജനാധിപത്യം. അപ്പൊ ഇങ്ങനെ ഡിഫറെന്റ് ഫോംസ് ഓഫ് ഗവൺമെന്റ് ഉണ്ട്. പല രൂപത്തിലുള്ള ഗവൺമെന്റുകൾ പല രാജ്യങ്ങളുണ്ട്. വാട്ട് എവർ ബി ദി ഫോം, ദി സ്റ്റേറ്റ് ഷുഡ് ഹാവ് എ ഗവൺമെന്റ്. അവിടെ എന്തേ കണ്ടീഷൻ ഉള്ളൂ? ഏത് രൂപത്തിലുള്ള ഗവൺമെന്റും ആയിക്കോട്ടെ, പക്ഷെ എന്ത് വേണം? ഒരു ഗവൺമെന്റ് വേണം എന്നതാണ് കണ്ടീഷൻ. നമ്മൾ നേരത്തെ പറഞ്ഞു പോപ്പുലേഷന്റെ കാര്യത്തിൽ കൂടിയാലും കുറഞ്ഞാലും കുഴപ്പമില്ല, പക്ഷെ പോപ്പുലേഷൻ വേണം. അതേപോലെ സൈസ് ഓഫ് ടെറിട്ടറി, കൂടിയാലും കുറഞ്ഞാലും കുഴപ്പമില്ല, പക്ഷെ എന്ത് വേണം? ടെറിട്ടറി വേണം. അതേപോലെ ഗവൺമെന്റ് ഏത് ടൈപ്പ് ആയാലും കുഴപ്പമില്ല, മൊണാർക്കി ആയിക്കോട്ടെ, ഡെമോക്രസി ആയിക്കോട്ടെ, ഡെസ്പോട്ടിക് റൂൾ ആയിക്കോട്ടെ, പക്ഷെ എന്ത് വേണം? ഒരു ഗവൺമെന്റ് വേണം എന്നേ കണ്ടീഷനേ ഉള്ളൂ. ദി ഗവൺമെന്റ് മേ ചേഞ്ച് ഫ്രം ടൈം ടു ടൈം ബട്ട് ദി സ്റ്റേറ്റ് റിമെയിൻസ് പെർമനന്റ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. ഗവൺമെന്റ് എന്ത് ചെയ്യും? ഓരോ ഇലക്ഷൻ കഴിയുമ്പോൾ ചിലപ്പോൾ മാറിക്കൊണ്ടിരിക്കും. ഒരു രാജ്യം തന്നെ ഡെമോക്രാറ്റിക് സിസ്റ്റം ഓഫ് ഗവൺമെന്റ് ഉള്ള ഒരു രാജ്യം ചിലപ്പോൾ ഒരു വിപ്ലവത്തിലൂടെ ചിലപ്പോൾ മൊണാർക്കി ആവാം, ഒരു ഡെസ്പോട്ടിക് റൂൾ ആവാം. ഒരു മൊണാർക്കി ചിലപ്പോൾ ഡെമോക്രാറ്റിക് കൺട്രി ആയിട്ട് മാറാം. അങ്ങനെ പലപ്പോഴും ഗവൺമെന്റുകൾ മാറിക്കൊണ്ടിരിക്കാം. കാലത്തിനനുസരിച്ച് ഇങ്ങനെ പല മാറ്റങ്ങളും വന്നേക്കാം. പക്ഷേ ആ രാഷ്ട്രം എന്ത് ചെയ്യുന്നില്ല? മാറുന്നില്ല. രാഷ്ട്രം സ്ഥിരമാണ്. ഗവൺമെന്റ് മേ ചേഞ്ച് ഫ്രം ടൈം ടു ടൈം ബട്ട് ദി സ്റ്റേറ്റ് റിമെയിൻസ് പെർമനന്റ്. സ്റ്റേറ്റ് എന്ന് പറയുന്നത്, രാഷ്ട്രം എന്ന് പറയുന്നത് എന്താണ്? അത് സ്ഥിരമാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് തൽക്കാലം ഇവിടെ കൺക്ലൂഡ് ചെയ്യാണ്. സോവറിനിറ്റി പറയാനുള്ള സോവറിനിറ്റി നമ്മൾ അടുത്ത ക്ലാസ്സിലേക്ക് നമുക്ക് പറയാം. അപ്പോൾ ഒരു സ്റ്റേറ്റിന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള 4 ഫാക്ടേഴ്സ് നമ്മൾ പരിചയപ്പെട്ടു. ഏതൊക്കെയാണ് 4 ഫാക്ടേഴ്സ്? പോപ്പുലേഷൻ ഉണ്ട്, ടെറിട്ടറി ഉണ്ട്, ഗവൺമെന്റ് ഉണ്ട്, സോവറിനിറ്റി ഉണ്ട്. അതിൽ പോപ്പുലേഷൻ നമ്മൾ നോക്കി, അതേപോലെ തന്നെ ടെറിട്ടറി നമ്മൾ നോക്കി, ഏറ്റവും അവസാനമായിട്ട് ഗവൺമെന്റും നമ്മൾ നോക്കി. ഓക്കെ, അപ്പൊ സോവറിനിറ്റി, അതിന്റെ പ്രത്യേകതകളൊക്കെ നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയുള്ള ഒരു ഏരിയ ആണ് സോവറിനിറ്റി. എന്തായാലും നമുക്ക് 100% ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാവുന്ന ഒരു ഭാഗം കൂടിയാണ് ഈ ചാപ്റ്ററിൽ സോവറിനിറ്റി എന്ന് പറയുന്ന ഭാഗം, പരമാധികാരം എന്ന് പറയുന്ന ഭാഗം. അപ്പൊ അതിനെപ്പറ്റി നമുക്ക് അടുത്ത ക്ലാസ്സിലേക്ക്
മാറ്റിവെക്കാം. അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ തൽക്കാലം ഇന്നത്തെ ക്ലാസ് നമ്മളിവിടെ കൺക്ലൂഡ് ചെയ്യുന്നു.